പ്രിയമുള്ള കുട്ടികളെ, മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകളിലെ അടുത്ത ഭാഗമാണ് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇതുവരെ ബിന്ദുക്കൾ അടയാളപ്പെടുത്താനും അവയുടെ സൂചക സംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി അങ്ങനെ അടയാളപ്പെടുത്തിയ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എങ്ങനെ കാണാമെന്നാണ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് എക്സ് ആക്സിസിലോ വൈ ആക്സിസിലോ അടയാളപ്പെടുത്തിയ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എങ്ങനെ കാണാമെന്നാണ് നോക്കുന്നത്. സ്ക്രീനിലോട്ട് നോക്കുക. ഇവിടെ 4 ബിന്ദുക്കൾ കാണാം, എ ബി സി ഡി. നമുക്ക് ആദ്യമായിട്ട് എക്സ് അക്ഷത്തിൽ അടയാളപ്പെടുത്തിയ ഒറിജിൻ്റെ വലതുവശത്തുള്ള രണ്ട് ബിന്ദുക്കൾ എയും ബിയും തമ്മിലുള്ള അകലമാണ്. എയിൽ നിന്ന് ഈ ബിയിലേക്കുള്ള അകലം, എയിൽ നിന്ന് ബിയിലേക്കുള്ള അകലമാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, എയിൽ നിന്ന് ബിയിലേക്ക് എയിനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഇവിടെ 2 ആണ്, ബിയിനെ സൂചിപ്പിക്കുന്നത് 5 ആണ്. 2ൽ നിന്ന് 5ലേക്ക് 3 യൂണിറ്റ് ആണ് അകലം. വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇവിടെ നോക്കിയാൽ കാണാം. പക്ഷെ ഇത് പൊതുവായിട്ട് ഏത് സംഖ്യയ്ക്കും ബാധകമായിട്ടൊരു തത്വത്തിലേക്ക് നമുക്ക് എത്തണം. അതിനു വേണ്ടിയിട്ട് നോക്കൂ, നമുക്ക് ഒറിജിനെ ആസ്പദമാക്കിയിട്ട് ഈ ഡിസ്റ്റൻസിനെ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഒറിജിൻ ആധാര ബിന്ദുവിനെ ആസ്പദമാക്കി ആധാര ബിന്ദുവിൽ നിന്ന് ബിയിലേക്കുള്ള അകലം എത്രയാണ്? ഇവിടെ നിന്ന് ഇവിടെ വരെ എത്രയാണ്? 5 യൂണിറ്റ് ആണ്. ആധാര ബിന്ദു നിന്ന് എയിലേക്കോ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ കണ്ടാൽ അറിയാം 2 യൂണിറ്റ് ആണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള അകലം ആധാര ബിന്ദുവിനെ ആസ്പദമാക്കി പറയുമ്പോൾ ഒറിജിനിൽ നിന്ന് ബിയിലേക്കുള്ള അകലത്തിൽ നിന്ന് ഒറിജിനിൽ നിന്ന് എയിലേക്കുള്ള അകലം മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ എഴുതാം? എ ബി ഈസ് ഈക്വൽ ടു ഒ ബി മൈനസ് ഒ എ എന്ന് എഴുതാം. ഒ തൊട്ട് ബി വരെയുള്ള ദൂരം 5 ആണ്, ഒ തൊട്ട് എ വരെയോ 2 ആണ് അല്ലേ? 2. അപ്പോൾ 5 - 2 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് കോർഡിനേറ്റ്സ് മാത്രം അറിഞ്ഞാൽ ഈ അകലം എങ്ങനെ കാണാമെന്നതാണ് അടുത്ത പ്രശ്നം അല്ലേ? ഇങ്ങനെ വരച്ചൊന്നും നോക്കാതെ തന്നെ കോർഡിനേറ്റ്സ് അറിഞ്ഞാൽ നമുക്ക് അകലം കാണാൻ പറ്റുമെന്നാണ്. ഇവിടെ നോക്കൂ, എയുടെ കോർഡിനേറ്റ്സ് 2 0 ആണ്, സൂചക സംഖ്യകൾ 2 0 ആണ്, ബി 5 0 ആണ്. ഇത് എക്സ് അക്ഷത്തിലെ ബിന്ദുക്കളായതുകൊണ്ട് വൈ സൂചക സംഖ്യകൾ 0 ആണ്. അപ്പം ശരിക്കും ഇവിടെ 5 - 2 എന്താണെന്ന് നോക്കൂ. 5 - 2 എന്ന് പറയുന്നത് എന്താണ്? എക്സ് കോർഡിനേറ്റിൻ്റെ വ്യത്യാസമാണ്. ഇവിടുത്തെ ബിയുടെ എക്സ് കോർഡിനേറ്റ് ആണ് 5, എയുടെ എക്സ് കോർഡിനേറ്റ് ആണ് 2. അപ്പോൾ അതിൽ നിന്ന് ബിയുടെ എക്സ് കോർഡിനേറ്റിൽ നിന്ന് എയുടെ എക്സ് കോർഡിനേറ്റ് മൈനസ് ചെയ്തു 5 - 2 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. ഇവിടെ 2 - 5 കണ്ടാലും കുഴപ്പമൊന്നുമില്ല. എന്താണ് നമുക്കറിയാം? 2 - 5 എത്രയാണ്? 2ൽ നിന്ന് 5 കുറച്ചാൽ -3 ആണ്. പക്ഷെ അകലം എപ്പോഴും ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ 9ാം ക്ലാസ്സിൽ മാർഗം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അകലം കാണാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ കേവല വില അഥവാ അബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ മതി. ചിഹ്നമില്ലാത്ത ആ വില എടുത്താൽ മതി അല്ലേ? 2 - 5 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 2 - 5 എത്രയാണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -3 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും, കേവല വിലയായിരിക്കും രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം. അതായത് എക്സ് ആക്സിലെ 2 പോയിന്റ്സിൻ്റെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ അവ തമ്മിലുള്ള അകലം, ആ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാൻ അവയുടെ എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടാൽ മതി. എക്സ് സൂചക സംഖ്യകൾ വ്യത്യാസത്തിൻ്റെ കേവല വില കണ്ടാൽ മതി. ഇതാണ്. ഇനി ഇത് എല്ലാത്തിനും ബാധകമാണ് നോക്കണം അല്ലേ? ഇവിടെ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള 2 ബിന്ദുക്കൾ നോക്കാം. ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇടതുവശത്തുള്ള 2 ബിന്ദുക്കൾ സിയും ഡിയും നോക്കുക. ഇവിടെ സിയും ഡിയും തമ്മിലുള്ള അകലം കാണാൻ നോക്കൂ, ഇതേപോലെ നോക്കാം. ഒ സി മൈനസ് ഒ ഡി ആണ് അല്ലേ? ഇവിടെ നമുക്ക് അകലം നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ നിന്നിട്ട് ഇവിടം വരെ 1 യൂണിറ്റ് 2 യൂണിറ്റ് 3 ആണ്. സി ഡി ശരിക്ക് 3 ആണ് അല്ലേ? അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടതുപോലെ ഈ അകലമാണ് കാണേണ്ടത്. സി ഡി 3 ആണെന്നറിയാം നമുക്ക്. അത് ഇപ്പോൾ പറഞ്ഞ രീതി കണ്ടാലോ, സി ഡി ഈസ് ഈക്വൽ ടു എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ. ഇവിടെ സിയെ സൂചിപ്പിക്കുന്ന സംഖ്യ -5 ആണ്, അല്ലെങ്കിൽ സിയുടെ എക്സ് കോർഡിനേറ്റ് -5 ആണ്, ഡിയുടെ എക്സ് കോർഡിനേറ്റ് -2 ആണ് അല്ലേ? -2 0 ആണ്, അതിൻ്റെ എക്സ് കോർഡിനേറ്റ് -2 ആണ്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? -5 - -2 അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ. -5ൽ നിന്ന് -, ഇവിടെ പ്ലസ് ആയി മാറും. അപ്പോൾ -5 + 2 അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ. -5ൽ നിന്ന് 2 കുറയ്ക്കാൻ 5ൽ നിന്ന് അല്ലെ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 5ൽ നിന്ന് 2 കുറച്ചാൽ 3. 3യുടെ ചിഹ്നം എത്രയാണ്? -3. -3യുടെ അബ്സല്യൂട്ട് വാല്യൂ അത് എത്രയാണ്? 3. ഈ 3 തന്നെ കിട്ടി. അപ്പോൾ അതും ശരിയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലും ഒരെണ്ണം റൈറ്റ് സൈഡിലും വന്നിരിക്കുക. ഒരു ബിന്ദു ലെഫ്റ്റ് സൈഡിലും ഒന്ന് റൈറ്റ് സൈഡിലുമാണ്. എ സിയുടെ നീളം നോക്കാം. എ സി, എയും സിയും തമ്മിലുള്ള അകലം നോക്കാം. എ സിയുടെ
എക്സ് കോർഡിനേറ്റ് 2 ആണ് അല്ലേ. എ സിയുടെ എക്സ് കോർഡിനേറ്റ് ഇവിടെ 2 ആണ്. മൈനസ് സിയുടെ എക്സ് കോർഡിനേറ്റ് -5. 2 മൈനസ് -5. അപ്പൊ 2 + 5 ആവും. 2 + 5 എന്ന് പറഞ്ഞാൽ 7. 7ന്റെ അബ്സല്യൂട്ട് വാല്യൂ എത്രയാണ്? 7 തന്നെയാണ്. ഇവിടെ നോക്കിയാൽ നോക്കൂ, 2ൽ നിന്ന് എയിൽ നിന്ന് സിയിലേക്ക് അകലം നോക്കൂ. ഇവിടെ നോക്കാം, എയിൽ നിന്ന് സിയിലേക്ക് അകലം ഇവിടം വരെ 1 2 3 4 5 6 7 കറക്റ്റാണ്. അപ്പോൾ ഇത് ശരിയാണെന്ന് മനസ്സിലാക്കാം. നമുക്ക് പൊതുവായിട്ട് ഇങ്ങനെ പറയാം, എക്സ് ആക്സിസിലെ 2 പോയിന്റ് തമ്മിലുള്ള അകലം കാണാൻ അവയുടെ എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള വ്യത്യാസത്തിന്റെ കേവല വില അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടാൽ മതി. ഇത് വൈ ആക്സിസിനും സെയിം ആണ്. വൈ ആക്സിലാകുമ്പോൾ എന്താണ്? വൈ ആക്സിലാകുമ്പോൾ വൈ ആക്സിലെ 2 ബിന്ദുക്കളുടെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ അവയുടെ അകലം കാണാൻ എന്ത് ചെയ്താൽ മതി? വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടാൽ മതി. എക്സ് അക്ഷത്തിലെയും വൈ അക്ഷത്തിലെയോ 2 ബിന്ദുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ അവ തമ്മിലുള്ള അകലം കാണാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അക്ഷങ്ങളല്ലാത്ത ബിന്ദുക്കളുടെ അകലം എങ്ങനെ കാണാമെന്നാണ്. ആദ്യമായിട്ട് 2 ബിന്ദുക്കൾ നോക്കുക. നോക്കൂ, പി ക്യൂ എന്നീ ബിന്ദുക്കൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. പിയും ക്യൂവും. പിയുടെ സൂചക സംഖ്യ 2 3 അല്ലെ, കോർഡിനേറ്റ്സ് 2 3 ക്യൂവിൻ്റെത് 5 3 ഈ ബിന്ദുക്കൾ നോക്കിയാൽ നമുക്കറിയാം ഇവയുടെ വൈ കോർഡിനേറ്റ്സ് ഈക്വൽ ആണ്. വൈ സൂചക സംഖ്യകൾ തുല്യമാണ്. വൈ സൂചക സംഖ്യകൾ തുല്യമാണെങ്കിലോ ഇവ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര അല്ലെ, ഇത് തമ്മിൽ യോജിപ്പിക്കുന്ന വര എക്സ് ആക്സിന് പാരലായിരിക്കും, എക്സ് അക്ഷത്തിന് സമാന്തരമായിരിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള അകലമാണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ നമുക്ക് പിയിൽ നിന്ന് ഇങ്ങോട്ട് എക്സ് അക്ഷത്തിലോട്ട് ലംബം വരച്ച് നോക്കാം. ഈ പിയും ക്യൂവും തമ്മിലുള്ള അകലമാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. പിയും ക്യൂവും തമ്മിലുള്ള അകലമാണ് കാണേണ്ടത്. അതിന് ഇവ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് എന്താണ്, ഇവ ഈ പിയും ക്യൂവും തമ്മിൽ യോജിപ്പിച്ച് വരാ ഈ എക്സ് അക്ഷത്തിന് സമാന്തരമായിരിക്കും. ഈ പിയിൽ നിന്ന് എക്സ് അക്ഷത്തിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഉണ്ടോ? പെർപെൻഡിക്കുലർ വരച്ചു. അത് എക്സ് അക്ഷത്തെ മുട്ടുന്ന ബിന്ദു 2 ആണ്. ഇനി ക്യൂവിൽ നിന്ന് അതേപോലെ തന്നെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അത് എക്സ് അക്ഷത്തിൽ 5ൽ കട്ട് ചെയ്യുന്നു. കാരണം ഇതിന്റെ 5 3 ആണ്. ഇതിന്റെ കോർഡിനേറ്റ്സ് 5 3 ആയതുകൊണ്ട് ആ പെർപെൻഡിക്കുലർ എക്സ് അക്ഷത്തെ 5 എന്ന ബിന്ദുവിലാണ് മീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, ഈ പിയും ക്യൂവും തമ്മിലുള്ള അകലവും എയും ബിയും തമ്മിലുള്ള അകലവും ഈക്വൽ ആണെന്ന് അറിയാം. ഇത് പാരലാണ് അല്ലേ, പാരലാണ്. ഇത് തമ്മിൽ ഈ 2 വരകൾ പെർപെൻഡിക്കുലറുമാണ്. അതുകൊണ്ട് ഇത് 4 കൂടെ യോജിപ്പിച്ചാൽ നമുക്കൊരു റെക്ടാങ്കിൾ, ഒരു ചതുരം കിട്ടും. ചതുരത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് പി ക്യൂവിന്റെ നീളവും എ ബിയുടെ നീളവും ഇവിടെ ഈക്വൽ ആണ്. എ ബിയുടെ നീളം നമുക്ക് കാണാൻ പഠിച്ചു കഴിഞ്ഞു. എ ബിയുടെ നീളം എന്തായിരിക്കും? ഇത് എക്സ് ആക്സിലെ ബിന്ദുക്കളായതുകൊണ്ട് ഇതിന്റെ അകലം എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസിന്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ്. 5 - 2 3. ഇവിടെ അതുപോലെ തന്നെ കാണാം. ഇതെന്താണ്? ഇതിന്റെ വൈ കോർഡിനേറ്റ്സ് ഈക്വൽ ആണ്. അപ്പോൾ അകലം എന്ത് ചെയ്താൽ മതി? 5 - 2 അതിൻ്റെ കേവല വില അല്ലേ. 5 - 2 3 ആണ്. 3യുടെ കേവല വില 3 തന്നെയായിരിക്കും. അകലം ഇവിടെയും 3 എന്ന് കിട്ടി. അതായത് 2 ബിന്ദുക്കളുടെ വൈ കോർഡിനേറ്റ്സ് ഈക്വൽ ആണെങ്കിൽ ആ ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര എക്സ് അക്ഷത്തിന് സമാന്തരമായിരിക്കും. ആ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് അവയുടെ എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ കേവല വിലയായിരിക്കും. എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ കേവല വിലയായിരിക്കും. ഇതേ ബന്ധം വൈ അക്ഷത്തിന് സമാന്തരമായ ഒരു വരയിലെ ബിന്ദുക്കൾ തമ്മിലും ശരിയാണ്. വൈ അക്ഷത്തിന് സമാന്തരമായ ഒരു ബിന്ദുവിലെ വരയിലെ 2 ബിന്ദുക്കൾ അഥവാ 2 ബിന്ദുക്കളുടെ എക്സ് കോർഡിനേറ്റുകൾ ഈക്വൽ ആണെങ്കിൽ, എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ ആണെങ്കിൽ ആ ബിന്ദുക്കൾ വൈ അക്ഷത്തിന് സമാന്തരമായിരിക്കും. അപ്പോൾ അവ തമ്മിൽ അകലം കാണാൻ എന്ത് ചെയ്താൽ മതി? വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം കാണുക. വൈ സൂചക സംഖ്യകളുടെ വ്യത്യാസത്തിന്റെ കേവല വില കണ്ടാൽ മതി. ഇപ്പൊ പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ നമുക്ക് നോക്കാം. ഇപ്പൊ പഠിച്ച തത്വങ്ങൾ എന്ന് എഴുതി വെച്ച് പഠിക്കേണ്ടതാണ്. എന്താണ്? ഓൾ പോയിന്റ്സ് വിത്ത് ദ സെയിം വൈ കോർഡിനേറ്റ് ആർ ഓൺ എ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ്. ഓൾ പോയിന്റ്സ് വിത്ത് ദ സെയിം വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ ആ ലൈൻ എന്താണ്? പാരലൽ ടു ദ എക്സ് ആക്സിസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി പെയർ ഓഫ് സച്ച് പോയിന്റ്സ് ഈസ് ദി ഡിഫറൻസ് ഓഫ് ദെയർ എക്സ് കോർഡിനേറ്റ്സ്. ഒരേ വൈ സൂചക സംഖ്യ ഉള്ള ബിന്ദുക്കളെല്ലാം എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു വരയിലാണ്. അത്തരം 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലം അവയുടെ എക്സ് സൂചക സംഖ്യകളുടെ വ്യത്യാസമാണ്. രണ്ടാമത് എന്താണ്? ഓൾ പോയിന്റ്സ് വിത്ത് ദ സെയിം എക്സ് കോർഡിനേറ്റ് ആർ. ഇതേപോലെ തന്നെയാണ്
എക്സ് കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ ഓൺ എ ലൈൻ പാരലൽ ടു ദ വൈ ആക്സിസ് ആയിരിക്കും. അത് വൈ ആക്സിന് പാരലായ ഒരു വരയിലായിരിക്കും. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി പെയർ ഓഫ് സച്ച് പോയിന്റ്സ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദെയർ വൈ കോർഡിനേറ്റ്. ഇങ്ങനെയുള്ള രണ്ട് ബിന്ദുക്കളുടെ അകലം എന്ന് പറയുന്നത് അവയുടെ വൈ കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസിന് തുല്യമായിരിക്കും. ഒരേ എക്സ് സൂചക സംഖ്യകളുടെ ബിന്ദുക്കളെല്ലാം വൈ അക്ഷത്തിന് സമാന്തരമായ ഒരു വരയിലാണ്. അത്തരം രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം അവയുടെ വൈ സൂചക സംഖ്യകളുടെ വ്യത്യാസമാണ്. The distance between the points with the coordinates x1, y1 and x2, y is modulus of x1 minus x2. അപ്പോൾ ഇങ്ങനെയുള്ളതാണെങ്കിൽ x1y x2y ഫോമിലാണെങ്കിൽ, അതായത് ഇവിടെ y കോർഡിനേറ്റ് ഈക്വൽ ആണ്, അങ്ങനെയാണെങ്കിലോ അവ തമ്മിലുള്ള വ്യത്യാസം മോഡുലസ് ഓഫ് x1 മൈനസ് x2 ആയിരിക്കും. The distance between the points with the coordinates xy1 and xy2 is modulus of y1 minus y2. സൂചക സംഖ്യകൾ x1y x2y ആയ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം x1 മൈനസ് x2വിന്റെ കേവല വിലയായിരിക്കും. സൂചക സംഖ്യകൾ xy1 xy2 ആയ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം y1 മൈനസ് y2വിന്റെ കേവല വിലയായിരിക്കും. അതായത് എക്സ് സൂചക സംഖ്യകൾ തുല്യമായ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് അവയുടെ വൈ സൂചക സംഖ്യകൾ വ്യത്യാസത്തിന്റെ കേവല വിലയായിരിക്കും. അതുപോലെ വൈ സൂചക സംഖ്യകൾ തുല്യമായ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് അവയുടെ എക്സ് സൂചക സംഖ്യകൾ വ്യത്യാസത്തിന്റെ കേവല വിലയായിരിക്കും. ഇനി ഇതൊന്നും അല്ലാത്ത രണ്ട് ബിന്ദുക്കളാണ്. ഇവിടെ നോക്കൂ, എ ആൻഡ് ബി. എയും ബിയും അക്ഷങ്ങളുടെ ബിന്ദുക്കളല്ല, എക്സ് അക്ഷത്തിലെ ബിന്ദുവല്ല, വൈ അക്ഷത്തിലെ ബിന്ദുവല്ല. കൂടാതെയോ എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന വര എക്സ് അക്ഷത്തിന് സമാന്തരമല്ല, വൈ അക്ഷത്തിന് സമാന്തരമല്ല. ഇങ്ങനെയുള്ള രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എങ്ങനെ കാണാം? എയുടെ സൂചക സംഖ്യ 25 ആണ്, ബിയുടെ 67 ആണ്. ഇങ്ങനെ രണ്ട് ബിന്ദുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മൂലകളായി വരുന്ന വിധത്തിൽ, എതിർമൂലകളായി വരുന്ന വിധത്തിൽ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമായി വരുന്ന ചതുരം വരയ്ക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതായത് ഈ എയും ബിയും എതിർമൂലകളാകണം, ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആകണം. അതിൻ്റെ വശങ്ങളോ അക്ഷങ്ങൾക്ക് എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും സമാന്തരമാകുന്ന വിധത്തിൽ ഒരു ചതുരം ഉണ്ടാക്കുക. ആദ്യം ചതുരം വരച്ചു കഴിഞ്ഞു. അപ്പോൾ ACBD എന്ന ചതുരമാണ്. ഈ ചതുരത്തിൻ്റെ മറ്റ് രണ്ട് മൂലകൾ നമുക്ക് കാണാൻ അറിയാം, സിയും ഡിയും കാണാൻ അറിയാം. സി എന്ന് പറയുന്നത് നോക്കിക്കോളൂ, സി എന്താണ്? BC എന്ന വര വൈ അക്ഷത്തിന് സമാന്തരമായതുകൊണ്ട് ഈ വരയിലെ ഏത് ബിന്ദുവിൻ്റെയും എക്സ് സൂചക സംഖ്യ തുല്യമായിരിക്കും. ബിയുടെ 6 ആയതുകൊണ്ട് സിയുടെ ഈ എക്സ് സൂചക സംഖ്യയും 6 ആയിരിക്കും. അതേപോലെ AC എന്ന വര എക്സ് ആക്സിന് സമാന്തരമായതുകൊണ്ട്, പാരലായതുകൊണ്ട് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും. ഇത് 5 ആയതുകൊണ്ട് ഇത് 5 ആയിരിക്കും. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് എത്രയായിരിക്കും? 6, 5 എന്ന് കിട്ടി. ഇതേപോലെ ഡിയുടെ കാണാം അല്ലേ? ഡിയുടെ എക്സ് കോർഡിനേറ്റ് ഇങ്ങോട്ട് നോക്കുക, ഇത് 2 ആയിരിക്കും. ഇങ്ങോട്ട് നോക്കിയാലോ വൈ കോർഡിനേറ്റ് കിട്ടും, ഇത് 7 ആയിരിക്കും. അപ്പോൾ 27 എന്ന് കിട്ടി. 27 കിട്ടി. ഇനി നോക്കൂ, ഈ അകലം അല്ലേ? ഈ അകലം നമുക്ക് ഇവിടെ നിന്ന് അറിയാം. BCയുടെ ലെങ്ത് നമുക്ക് കാണാൻ പറ്റും. BC എന്താണ്? എക്സ് വൈ ആക്സിന് പാരലാണ്. BC, ദിസ് ലൈൻ BC is parallel to വൈ ആക്സിസ് ആണ്. അപ്പോൾ ബി യും സിയും തമ്മിലുള്ള അകലം കാണാൻ എന്ത് ചെയ്താൽ മതി? വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി. 7 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും അല്ലേ? BC എത്രയായിരിക്കും? 7 - 5 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. BCയുടെ നീളം 2 ആയിരിക്കും. ഇതേപോലെ AC എന്താണ്? AC is a line parallel to x axis. AC x ആക്സിന് പാരലാണ്, സമാന്തരമാണ്. അതുകൊണ്ട് AC എയും സിയും തമ്മിലുള്ള അകലം എന്താണ്? അതിൻ്റെ എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ്. അപ്പോൾ 6 - 2 4 ആണല്ലേ? 4. ACയുടെ നീളം എത്രയാണ്? 6 - 2 = 4 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കൂ, ട്രയാങ്കിൾ ACB ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിൻ്റെ ബേസ് അല്ലേ, ഒരു സൈഡ് 4 ആണ്, അതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ് 2 ആണ്. അപ്പോൾ ഹൈപ്പോട്ടനസ് AB നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എയും ബിയും നമ്മൾ അങ്ങനെ കാണേണ്ടത്. ഹിയർ യൂസിങ് പൈതഗോറസ് തിയറം AB² = AC² + BC². അപ്പോൾ എന്താ കിട്ടും? AB എന്ന് പറയുന്നത് എന്തായിരിക്കും? √AC² + BC² ആണ്. അതിൽ AC നമുക്കറിയാം 4² + 2² അല്ലേ? 4² 16 ആണ്, 2² 4 ആണ്. രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ്? √20 എന്ന് കിട്ടി. അതായത് എയും ബിയും തമ്മിലുള്ള അകലം ഇവിടെ √20 എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ജനറലൈസ് ചെയ്യാം. ഏത് രണ്ട് ബിന്ദുക്കൾ തന്നാലും സമാന്തരമല്ലാത്ത വരയിലെ രണ്ട് ബിന്ദുക്കൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ തമ്മിലുള്ള അകലം എങ്ങനെ കാണാം? ഇവിടെ നോക്കുക, സ്ക്രീനിലോട്ട് നോക്കുക.
രണ്ട് പോയിന്റ്സ് ആണ് അല്ലേ, എ ആൻഡ് ബി, എ ആൻഡ് സി ആണ് അല്ലേ, എ ആൻഡ് സി ആർ 2 പോയിന്റ്സ് ഓൺ ദി പ്ലെയിൻ. ഹിയർ കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് സി ആർ, എയുടെ കോർഡിനേറ്റ്സ് x1 y1 ആണ്, സിയുടേത് x2 y2 ആണ്. നമുക്കിത് തമ്മിലുള്ള അകലം കാണണം. ഇവിടെ നമുക്കറിയാം എ സി എന്താണ്, എക്സിന് പാരലല്ല അല്ലെ, സമാന്തരമല്ലാത്ത വരെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്തു, എയും സിയും ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആകുന്ന വിധത്തിൽ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമായ ഒരു ചതുരം പൂർത്തിയാക്കുന്നു. ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ് അറിയാം. ബിയുടെ എക്സ് കോർഡിനേറ്റ് ഇപ്പോൾ ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇത് x2 ആയതുകൊണ്ട് ബിയുടെ എക്സ് കോർഡിനേറ്റ് x2 ആയിരിക്കും. ഇങ്ങോട്ട് നോക്കുക, ഇത് y1 ആയതുകൊണ്ട് ബിയുടെ y കോർഡിനേറ്റ് y1 ആയിരിക്കും. കണ്ടോ, x2 y1 കിട്ടി. കണ്ടോ, ഇത് x2, ഇങ്ങോട്ട് നോക്കിയാൽ ഇത് y1 ആയിരിക്കും. അതേപോലെ ഡിയുടെയോ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും, x1 തന്നെയായിരിക്കും. ഇത് എത്രയായിരിക്കും, y2 ആയിരിക്കും, x1 y2. ഇനി നമുക്ക് നോക്കൂ, ഇവിടെ ബി സിയുടെ നീളം, ബി സി ഇസ് എ ലൈൻ പാരലൽ ടു y ആക്സിസ്, സോ ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് ആർ ഈക്വൽ. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി എന്താണ്, ഡിഫറൻസ് ഓഫ് ഇറ്റ്സ് y കോർഡിനേറ്റ്സ്. അതായത് ഒന്നര y2 മൈനസ് y1 അല്ലെങ്കിൽ y1 മൈനസ് y2, ഏതെടുത്താലും കുഴപ്പമില്ല. നെഗറ്റീവ് ആകാതിരിക്കാൻ എന്ത് ചെയ്യണം, ആബ്സല്യൂട്ട് വാല്യൂ എടുത്താൽ മതി. സോ ബി സി ഈസ് ഈക്വൽ ടു y2 മൈനസ് y1, y2 മൈനസ് y1ൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ y1 മൈനസ് y2 ഏതാണ് എടുക്കുക. ഇനി ഇതേപോലെ എ ബിയുടെ ലെങ്ത് എന്ന് പറയുന്നതാണ്, ഇതിൻ്റെ എ ബി ഇസ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, എക്സ് അക്ഷത്തിന് സമാന്തരമാണ്. അതുകൊണ്ട് എയും ബിയും തമ്മിലുള്ള അകലം കാണാൻ എന്ത് ചെയ്താൽ മതി, അവയുടെ എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, ഒന്നിലെ x2 മൈനസ് x1 അല്ലെങ്കിൽ x1 മൈനസ് x2, എന്നിട്ട് കേവല വില കണ്ടുപിടിച്ചാൽ മതി, x2 മൈനസ് x1. അപ്പോൾ എ ബിയും കിട്ടിക്കഴിഞ്ഞു. ഇതേപോലെ എ സി കാണാമല്ലോ. ഹിയർ ഓൾസോ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ യൂസിങ് പൈതഗോറസ് തിയറം. AC is equal to root of AB square plus BC square. That is equal to root of x1 minus x2 whole square plus y1 minus y2 whole square ആണ്. കാരണം ഇവിടെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ആവശ്യമില്ല, കാരണം സ്ക്വയർ കാണുമ്പോൾ നെഗറ്റീവിൻ്റെ സ്ക്വയറും പോസിറ്റീവാണ്, പോസിറ്റീവിൻ്റെ സ്ക്വയറും പോസിറ്റീവാണ്. അതുകൊണ്ട് പിന്നെ വർഗ്ഗം കാണുന്നത് കൊണ്ട് പിന്നെ അബ്സല്യൂട്ട് വാല്യൂ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. വെറുതെ x1 മൈനസ് x2 x2 മൈനസ് x1 ഏത് ക്രമത്തിൽ എഴുതിയാലും കുഴപ്പമില്ല, ഉത്തരം ശരിയായിരിക്കും. ഏത് രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാനുള്ള പൊതുവായ സൂത്രവാക്യമാണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ് x1 y1 ആൻഡ് x2 y2 ഈസ് റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. സൂചകസംഖ്യകൾ x1 y1 x2 y2 ആയ ഏത് രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കാണാൻ റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ ഈ സൂത്രവാക്യം ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച ഈ ഫോർമുല ഉപയോഗിച്ച് രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എങ്ങനെ കാണാൻ നോക്കാം. നോക്കൂ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 4 മൈനസ് 2 ആൻഡ് മൈനസ് 3 മൈനസ് 1. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 4 മൈനസ് 2 ആൻഡ് മൈനസ് 3 മൈനസ് 1. ഇവിടെ ഡിസ്റ്റൻസ് കാണാനുള്ള സൂത്രമൊക്കെ നമുക്കറിയാം. ഡിസ്റ്റൻസ് എന്താണ്, എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. 4 മൈനസ് മൈനസ് 3 ഹോൾ സ്ക്വയർ അല്ലേ, x1 മൈനസ് x2 ഹോൾ സ്ക്വയർ. x1 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്, x2 മൈനസ് 3 ആണ്. അപ്പോൾ x1 മൈനസ് x2 4 മൈനസ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് 2 മൈനസ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ 4 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി മാറും, 4 പ്ലസ് 3 അല്ലേ 7, 4 പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 2, ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി, മൈനസ് 2 പ്ലസ് 1 ആയി, 4 പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 2 പ്ലസ് 1 ഹോൾ സ്ക്വയർ. 4 പ്ലസ് 3 7 ആണ്, 7 സ്ക്വയർ മൈനസ് 2 പ്ലസ് 1, മൈനസ് 2 പ്ലസ് 1 കൂടെ ആഡ് ചെയ്താൽ മൈനസ് 1 സ്ക്വയർ. 7ൻ്റെ സ്ക്വയർ 49 മൈനസ് 1ൻ്റെ സ്ക്വയർ 1, 49 പ്ലസ് 1 എത്രയായിരുന്നു, 49 പ്ലസ് 1 50, റൂട്ട് 50 എന്ന് കിട്ടി. ഇതുപോലെ ഡിസ്റ്റൻസ് കാണേണ്ട ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആർ ദ പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് -1 2 3 5 9 -3 ഓൺ ദി സെയിം ലൈൻ. ഈ മൂന്ന് ബിന്ദുക്കൾ -1 2 3 5 9 -3 ഓൺ ദി സെയിം ലൈൻ, ഈ മൂന്ന് ബിന്ദുക്കൾ ഒരേ വരയിലെ ബിന്ദുക്കളാണോ എന്നാണ് നമ്മുടെ ചോദ്യം. സാധാരണ ചില വർഷങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യമാണ്. കൊളീനിയർ ആണോ എന്ന് പറയും, ഒരേ ലൈനിലെ ബിന്ദുക്കൾ കൊളീനിയർ ആണോ എന്ന് പറയാം. ഇവിടെ നോക്കൂ, ഇവിടെ A -1 2 3 5 9 -3
ഈ 3 ബിന്ദുക്കൾ ഒരേ വരയിലാകാം, വ്യത്യസ്ത വരയിലാകല്ലാണ്ട് വരാം. ഇങ്ങനെ വരാം, ഇങ്ങനെയൊക്കെ വരാം അല്ലേ. എ ഒരു സ്ഥലത്ത്, ബി ഒരു സ്ഥലത്ത്, സി ഒരു സ്ഥലത്ത്, ഇങ്ങനെ വരാം. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് വരാം അല്ല. എ തൊട്ട് ബി വരെയുള്ള അകലം, ബി തൊട്ട് സി വരെയുള്ള അകലം, എ തൊട്ട് സി വരെയുള്ള അകലം. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇത് ഒരു വരയിലാകണമെങ്കിൽ ഒരു കണ്ടീഷൻ ശരിയായാൽ മാത്രമേ ഒരേ വരയിലാകുകയുള്ളൂ. ഇതിലെ ചെറിയ രണ്ട് വശങ്ങൾ തമ്മിലുള്ള നീളത്തിൻ്റെ തുകയായിരിക്കണം വലിയ വശം. ഇവിടെ നോക്കൂ, ഇത് ഒരേ വരയിലാകുക എന്നിരിക്കുക. എയും ബി സിയും ആണെങ്കിൽ ഇങ്ങനെ ഒരേ വരയിൽ വന്നിരിക്കുക. ഇപ്പോൾ എയും ബി സി ഒരേ വരയിലാണ്. അപ്പോൾ എ ബി പ്ലസ് ബി സി ഈസ് ഈക്വൽ ടു എ സി ആയിരിക്കും. എ തൊട്ട് ബി വരെയുള്ള അകലവും ബി തൊട്ട് സി വരെയുള്ള അകലവും കൂട്ടിയാൽ എ തൊട്ട് സി വരെയുള്ള അകലം ആണെങ്കിൽ മാത്രമേ എ ബി സി എന്നിവ ഒരേ വരയിലെ ബിന്ദുക്കളാകുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, ഈ അകലം കണ്ടുപോക്കുക. എയും ബിയും തമ്മിലുള്ള അകലം, ബിയും സിയും തമ്മിലുള്ള അകലവും, എയും സിയും തമ്മിലുള്ള അകലവും കണ്ടുപോക്കുക. ഇതിലെ ചെറിയ രണ്ട് വശങ്ങൾ ഏതാണെന്ന് നമുക്കറിയില്ല, കണ്ടു നോക്കുക. എന്നിട്ട് ചെറിയ രണ്ട് വശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ വലിയ വശത്തിന് നീളം കിട്ടുകയാണെങ്കിൽ ഇത് ഒരേ വരയിലെ ബിന്ദുക്കളായിരിക്കും. അല്ലെങ്കിലോ ഇവിടെ നോക്കൂ, ഇങ്ങനെയാകുമ്പോഴോ എ ബിയും ബി സിയും കൂടെ കൂട്ടിയാൽ എ സി ആകില്ല. ഇത് 3 വ്യത്യസ്ത ബിന്ദുക്കളായിരിക്കും, ഒരേ വരയിലായിരിക്കില്ല. ഇനി നമുക്ക് എ ബി ബി സി എ സി കണ്ടു നോക്കാം. എ ബി കാണാൻ നമുക്കറിയാം. എ ബിയുടെ നീളം എന്ന് പറയുന്നത് ഇപ്പോൾ കാണാൻ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? എ ബി അല്ല, ബി എന്ന ബിന്ദു ഇതാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള വ്യത്യാസം √3 - -1 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 2 ഹോൾ സ്ക്വയർ അല്ലേ. ഇതിൽ 3 - 1 എടുക്കുക, അല്ലെങ്കിൽ -1 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 2 - 5 ഹോൾ സ്ക്വയർ. ഒരേ ഓർഡറിൽ എടുക്കുക. ഇവിടെ ഇവിടുന്ന് തുടങ്ങുന്നെങ്കിൽ -1 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 2 - 5 ഹോൾ സ്ക്വയർ. -1ൽ നിന്ന് 3 കുറച്ചാൽ -4 ആണ്. -4ന്റെ സ്ക്വയർ എത്രയാ? 16. 2 - 5 2ൽ നിന്ന് 5 കുറച്ചാലോ -3 ആണ്. -3യുടെ സ്ക്വയർ 9. 16 9 കൂടെ കൂട്ടിയാൽ 25 ആണ്. 25ന്റെ റൂട്ട് എത്രയാണ്? 5 എന്ന് കിട്ടി. എ ബി 5 എന്ന് കിട്ടി. ഇതുപോലെ ബി സി കാണാം. ബി സി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതിൽ 9 - 3 ഹോൾ സ്ക്വയർ -3 - 5 ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ 3 - 9 ഹോൾ സ്ക്വയർ പ്ലസ് 5 - -3 ഹോൾ സ്ക്വയറിൻ്റെ റൂട്ട്. 3 - 9 ഹോൾ സ്ക്വയർ പ്ലസ് 5 - -3 ഹോൾ സ്ക്വയർ. 3 - 9 എത്രയാ? -6 ആണ്. -6 ഹോൾ സ്ക്വയർ പ്ലസ് 5 - -3 ആകുമ്പോൾ 5 + 3 ഹോൾ സ്ക്വയർ. 5 + 3 8 ആണ്. 8 സ്ക്വയർ. അപ്പോൾ എത്ര വരും? -6ന്റെ 36ഉം 64ഉം കൂടെ കൂട്ടിയാൽ 100. 100ന്റെ റൂട്ട് എത്രയാണ്? 10. ഇനി നമുക്ക് എ സി കണ്ടുകൊടുക്കാം. എ സി എത്രയാണ്? -1 - 9 ഹോൾ സ്ക്വയർ പ്ലസ് 2 - -3 ഹോൾ സ്ക്വയർ. -1ൽ നിന്ന് 9 കുറച്ചാൽ 100 ആണ് അല്ലേ. 100 അല്ല സോറി, -1 - 9 -10 വരും. -10ന്റെ സ്ക്വയർ 100. 2 - -3 2 + 3 5 വരും. 5 സ്ക്വയർ 25. 100ഉം 25ഉം കൂട്ടി എത്രയാ? 125 വരും. 125ന്റെ റൂട്ട് നമുക്ക് എത്രയാണ്? 125ന്റെ 5 √5 എന്ന് എഴുതാം. എ ബിയും എ സിയും കൂടെ കൂട്ടിയാൽ 10 5 15 ആണ്. 10 5 15. ഇനി എ സിയുടെ നീളോ 5 × 3 ആണ് 15 വരേണ്ടത് അല്ലേ. ഇത് 15 കിട്ടണം. എ ബിയും ബി സിയും കൂടെ കൂട്ടിയാൽ എ സി കിട്ടുവാണെങ്കിൽ ഇത് ഒരേ ലൈനാണ് അല്ലേ. ഇവിടെ ഈ വില 3 ആണെങ്കിൽ 5 × 3 ആണെങ്കിൽ മാത്രമേ ഇവിടെ 15 ആകുകയുള്ളൂ. ഇവിടെ √5ന്റെ വില 3ൽ കുറവാണെന്ന് നമുക്കറിയാം. √5ന്റെ വില 3നേക്കാൾ കുറവാണ്. 3 ആണെങ്കിൽ മാത്രമേ ഇവിടെ 15 കിട്ടുകയുള്ളൂ. ഇത് √5ന്റെ വില 3ൽ കുറവാണ്. അതുകൊണ്ട് എന്താണ്? ഇത് 15 ആകുകയില്ല. സോ എ ബി പ്ലസ് ബി സി നോട്ട് ഈസ് ഈക്വൽ ടു എ സി. സോ these 3 points not on the same line. ഈ 3 ബിന്ദുക്കൾ ഒരേ വരയിലെ ബിന്ദുക്കളല്ല. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്നത്തെ വീഡിയോ ശരിക്കും കാണുക, ചോദ്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. നല്ല ഒരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.